അപ്പോൾ അത് അമ്മയുടെ ദോഷമായിട്ടല്ല നമ്മൾ കാണുന്നത്, എക്സിക്യൂട്ടീവിൻ്റെ പ്രശ്നം. എക്സിക്യൂട്ടീവ് അമ്മയെ ഞങ്ങളൊക്കെ കൂടി എലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോ കോംപ്ലക്സസ്, അവർ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റാണ്. അതിൻ്റെ ചീത്തപ്പേര് വരുന്ന അമ്മയ്ക്കാണത്. അപ്പോൾ അവരുടെ ആവശ്യമില്ലാത്തൊരു ചീപ്പ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം സെക്രട്ടറിയും പ്രസിഡൻറ്റും തമ്മിലുള്ള ഇതില്ല, ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുമല്ലോ. അത് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങളൊക്കെ നിസ്സഹായരായിട്ട് നോക്കിയിരിക്കേണ്ടി വന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സമയത്തെങ്കിലും അങ്ങനെ ഒരു വരാതെ നിർത്തുക സജഷൻസ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ വേണം, അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ നല്ലൊരു ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അത് കാര്യമില്ല, ഒരാൾ രാജിവെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, അത് എല്ലാ അർത്ഥങ്ങളില്ല. കാരണം അങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റി വേണമല്ലോ. അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി അമ്മ ചെയ്യുന്ന എല്ലാ ദാനധർമ്മങ്ങളും എല്ലാ ചടങ്ങുകളും ഒരു കോട്ടമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അതിനൊരു കോട്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അഡ്ഹോക് കമ്മിറ്റി വേണം. അപ്പോൾ അത് ഈ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് ഞാൻ സ്വാഗതം ചെയ്തു. അതിൽ നല്ലതാണ്, കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒരു 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 കമ്മിറ്റി ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? കാരണം വേറൊരു പുതിയ കമ്മിറ്റി, ഒരു പെർമനൻറ്റ് കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ്. അപ്പോൾ ഇത് വരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതും രമേശ് പിഷാരടി പോലെയുള്ള ഒരാൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ മിതമായ സംസാരം, വളരെ ഒരു 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 കൺസ്ട്രെയിൻ്റാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു രമേശ് പിഷാരടി, ഇടവേള ബാബു, അതുപോലെ ഇവിടുത്തെ പിന്നെ ദിനേശ് പണിക്കർ, അവരൊക്കെ അങ്ങനെ വന്നാൽ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അത് അവിടെ ഈ സ്ത്രീകളോടുള്ള ഒരു എതിർപ്പല്ല അവിടെ നടന്നത്, മനസ്സിലായില്ലേ? അത് ആൾക്കാർ മുഴുവനും പറയുന്നത് അത് സ്ത്രീകളോടല്ല, അതിലല്ല, ഒരിക്കലല്ല. സ്ത്രീകൾ വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി ഈ സ്ത്രീകളെ വെച്ചിട്ട് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സ്ത്രീകളോട് എതിർപ്പുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കില്ലല്ലോ. തിരഞ്ഞെടുത്തു, അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുത്തു, അവർക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം ഉയരാൻ കഴിഞ്ഞില്ല. അതുമാത്രം മാരകമായ പ്രശ്നം, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എപ്പോഴും അതൊരു ഇതാണ്, ഒരു ബൈലോ അനുസരിച്ചിട്ട് ഈ അന്നത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഓഡിറ്റ് റിപ്പോർട്ട്, പരിപൂർണമായ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടുവരണം. അത് അവർ സാധിച്ചില്ല എന്ന് അവർ തന്നെ സമ്മതിച്ചു, മനസ്സിലായില്ലേ? ഇതിൻ്റെ പ്രസിഡൻറ്റ് വരെ സമ്മതിക്കുന്നു, അതിന് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ഇത് ചെയ്ത ഓഡിറ്ററും പറഞ്ഞു ഇത് പൂർണ്ണമല്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ചുറ്റുപാടിൽ ഇതിനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വോട്ട് ചെയ്തപ്പോൾ അതായത് ഈ കമ്മിറ്റി വേണ്ടാന്നുള്ള തീരുമാനമെടുത്ത് അങ്ങനെയാണ് പോയത്. അല്ലാണ്ട് സ്ത്രീകളെ മാറ്റാനുള്ള ഒന്നും സംഭവമല്ല. അവരൊക്കെ പറയുന്ന ഏതോ ഒരു അജണ്ട, ഒരു ഹിഡൻ അജണ്ട ഒരിക്കലും ഇല്ല. അത് അമ്മയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല.